നമസ്കാരം. പറഞ്ഞാൽ തീരാത്ത ശത്രുതയുണ്ടോ? ഇല്ല എന്ന് തെളിയിക്കുകയാണ് ചൈനയും അമേരിക്കയും. വ്യാപാര തർക്കങ്ങൾക്കിടയിൽ തിരിച്ചറിവിന്റെ പാതയിൽ എത്തിയിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ചൈനയോട് ഇനി ഉടക്കുവേണ്ട എന്ന നിലപാടിലേക്ക് എത്തിയിരിക്കുന്നു. കാരണം ട്രംപിന്റെ ചൊറിച്ചിൽ സ്വഭാവം പുറത്തെടുത്താൽ വിലപ്പോകില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഇതിന് പിന്നിലുള്ള സത്യം. എന്തായാലും വർദ്ധിച്ചു വരുന്ന വ്യാപാര തർക്കങ്ങൾക്കും ആഗോള സാമ്പത്തിക അനിശ്ചിതത്വത്തിനും ഇടയിൽ 6 വർഷത്തെ ഇടവേളകൾക്ക് വിരാമമിട്ടുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിലുള്ള കൂടിക്കാഴ്ച നടത്തിയിരിക്കുന്നത്. മാസങ്ങളായി നിലനിൽക്കുന്ന വ്യാപാര തർക്കങ്ങളെ തുടർന്ന് സംഘർഷം ലഘൂകരിക്കാൻ ഇരു രാജ്യങ്ങളും ശ്രമിച്ചുകൊണ്ടിരിക്കെ വ്യാഴാഴ്ച ദക്ഷിണ കൊറിയയിലെ ബുസാനിൽ ഈ കൂടിക്കാഴ്ച നടത്തിയത്. അവരുടെ ഉഭയകക്ഷി ചർച്ചകളുടെ തുടക്കത്തിൽ ട്രംപ് ഷീയെ സ്വാഗതം ചെയ്തു. നിങ്ങൾ ഞങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുന്നതിൽ ഒരു ബഹുമതി എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു രണ്ട് ആഗോള ശക്തികൾ തമ്മിലുള്ള കൂടിക്കാഴ്ച നടന്നത്. താരിഫുകൾ, വ്യാപാര തടസ്സങ്ങൾ, സാമ്പത്തിക പ്രതികാരം എന്നിവയിൽ വഷളായ ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്താൻ വാഷിംഗ്ടണും ബീജിംഗും ശ്രമിക്കുന്നതിനിടയിലാണ് ഈ ചർച്ചകൾ നടക്കുന്നത്. ട്രംപിന്റെ 2ാം ടേമിലെ താരിഫ് നടപടികളും അപൂർവ ഭൂമിക്കയറ്റുമതിയിലെ ചൈന ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളും വ്യാപാരവും പ്രാദേശിക സുരക്ഷയും അജണ്ടയിൽ ഉൾപ്പെടുത്തി ക്രിയാത്മകമായ സംഭാഷണത്തിന്റെ ആവശ്യകത വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ബുധനാഴ്ച എയർഫോഴ്സ് വണ്ണിൽ സംസാരിക്കവേ ചൈനയുമായുള്ള കരാർ നിരവധി പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും ട്രംപ് പറഞ്ഞിരുന്നു. ഫെന്റനൈൽ ഉൽപാദനം നിയന്ത്രിക്കാൻ ബീജിംഗ് നടപടികൾ സ്വീകരിക്കുന്നതിന് പകരമായി ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ തീരുവ കുറയ്ക്കുന്നതും ഇതിൽ ഉൾപ്പെടുന്നു. ഒപ്പിയോയിഡ് നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ ഒഴുക്ക് തടയുന്നതിൽ ബീജിംഗ് പരാജയപ്പെടുന്നു എന്ന് ആരോപിച്ചായിരുന്നു US പ്രസിഡന്റ് ചൈനീസ് ഇറക്കുമതിക്ക് 20% തീരുവ ഏർപ്പെടുത്തിയത്. അപൂർവ ഭൗമധാതുക്കളുടെ മേലുള്ള ചൈനയുടെ ആസൂത്രിത കയറ്റുമതി നിയന്ത്രണങ്ങൾ മാറ്റിവെക്കുന്നതും അധിക US താരിഫുകൾ പിൻവലിക്കുന്നതും അമേരിക്കൻ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വാങ്ങലുകൾ വർദ്ധിപ്പിക്കാനുള്ള ബീജിംഗിന്റെ പ്രതിജ്ഞാബദ്ധതയും സാധ്യതയുള്ള കരാറിൽ ഉൾപ്പെടുമെന്നാണ് US ഉദ്യോഗസ്ഥർ സൂചിപ്പിച്ചത്. ഒക്ടോബർ 31 മുതൽ നവംബർ 1 വരെ ജിയോങ്ജുവിൽ നടക്കാനിരിക്കുന്ന 32ാമത് അപെക് സാമ്പത്തിക നേതാക്കളുടെ യോഗത്തിന് തൊട്ടു മുമ്പാണ് ബുസാനിൽ യോഗം നടന്നത്. 21 പസഫിക് റിം രാജ്യങ്ങളിൽ നിന്നുമുള്ള ഈ നേതാക്കൾ പ്രാദേശിക സാമ്പത്തിക വളർച്ചയും സഹകരണത്തെയും കുറിച്ചുള്ള ചർച്ച ചെയ്യുമെന്നും വ്യക്തമാകുന്നുണ്ട്. ടിക്ടോക്കിന്റെ കാര്യത്തിലും അമേരിക്കയും ചൈനയും കരാറിൽ ഏർപ്പെടുമെന്നും ട്രംപ് സൂചന നൽകിയിരുന്നു. വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾക്കിടയിൽ ഇരുപക്ഷവും പൊതുവായ നിലപാട് കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ ട്രംപിന്റെ പരാമർശങ്ങളും വലിയ കാര്യത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ശുഭാപ്തി വിശ്വാസവും തുടർന്ന് ഷീ ജിൻപിങ്ങുമായുള്ള കൂടിക്കാഴ്ചയും ആഗോള ശ്രദ്ധ ആകർഷിക്കുകയാണ്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച